പുതുക്കോട് വൈദ്യുതി ജമീയത്തുൽ മുഅ്മിനീന്റെ ആദരണീയനായ പ്രസിഡന്റ് കോയ അൻവരി ഉസ്താദ്, സെക്രട്ടറി അബ്ദുൽ സമദ് മുസ്ലിയാർ തുടങ്ങി സദസ്സിലും വേദിയിലുമായിരിക്കുന്ന ഉസ്താദുമാരെ, പ്രിയനിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകൃതവും പ്രഭാവവും എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി പുതുക്കോട് വൈദ്യുതി ജമീയത്തുൽ മുഅ്മിനീൻ സംഘടിപ്പിച്ച ഐതിഹാസികമായ അതിമനോഹരമായ മീലാദ് റാലിയാണ് നമ്മുടെ മണപ്പാടം സെന്ററിൽ സമാപിച്ചിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോക ജനതയ്ക്ക് മാതൃകാ പുരുഷനായി ജീവിച്ച മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ഒരു സ്വഹാബി ചോദിക്കുകയുണ്ടായി, അല്ലാഹുവിന്റെ റസൂലിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? ആ സമയത്ത് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ഖുർആനിന്റെ സ്വഭാവമായിരുന്നു. എന്താണ് ഖുർആനിന്റെ സ്വഭാവം? നമ്മൾ വളരെയധികം പഠന വിധേയമാക്കേണ്ട ഒരു കാര്യമാണത്. വിശുദ്ധമായ ഖുർആൻ എന്താണ് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്? വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകണം എന്നൊരു സന്ദേശമാണ്. ഇതേ സന്ദേശം തന്നെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധർമ്മവും അധർമ്മവും നീതിയും അനീതിയും സത്യവും അസത്യവും തിരിച്ചറിയാൻ കഴിയാതിരുന്ന ഒരു സമൂഹത്തിനിടയിലേക്ക് സ്നേഹത്തിന്റെ വാക്കുകളുമായി സ്നേഹദൂതുമായി കടന്നു വന്നു അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും 30-40 വർഷം യുദ്ധം ചെയ്തിരുന്ന യുദ്ധക്കൊതിയന്മാരായിരുന്ന ഒരു പറ്റം ആളുകളെയാണ് സമുദായത്തിൽ ഉത്തമരും ഉദാത്തരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറ്റിയെടുത്തത് എന്ന് ചരിത്രങ്ങളിലൂടെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയതാണ്. മാനവിക സൗഹാർദ്ദവും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുക എന്നത് തന്നെയായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്നുള്ളത്. ഒരിക്കൽ നജറാനിൽ നിന്ന് ക്രിസ്തീയ സഹോദരന്മാർ മദീനയിലേക്ക് വരികയും അവർക്ക് നിസ്കരിക്കാനുള്ള സമയമായപ്പോ, പ്രാർത്ഥിക്കാൻ സമയമായപ്പോ ക്രിസ്ത്യാനികളായിരുന്ന ക്രൈസ്തവരായ സഹോദരങ്ങൾക്ക് മസ്ജിദുൻ നബവിയിൽ ആരാധനാ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുത്തു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരുപാട് മൂല്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടാണ് മഹാനായ പുണ്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. അയൽപക്ക ബന്ധത്തിന്റെ പ്രാധാന്യം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിന്റെ അയൽവാസി അന്യമതസ്ഥനാണെങ്കിൽ പോലും നീ അവനെ ബഹുമാനിക്കണമെന്നും അവനെ നീ ആദരിക്കണമെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതം കൊണ്ട് വരച്ചു കാണിച്ചിട്ടുണ്ട്. തന്റെ സ്വഹാബിയായിരുന്ന അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനോട് പുണ്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ ഒരു കറി പാകം ചെയ്താൽ, നിന്റെ വീട്ടിൽ സ്പെഷ്യലായി എന്തെങ്കിലും നീ ഉണ്ടാക്കിയാൽ അതിൽ നിന്റെ